എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 31/12/2022 കേരള PSC ഒരുപാട് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് മാട്രൺ ഗ്രേഡ് ഫസ്റ്റ് കാറ്റഗറി നമ്പർ 722/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രം വിളിച്ചിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് മാട്രൺ ഗ്രേഡ് ഫസ്റ്റ്. നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗസറ്റ് ഡേറ്റ് 31/12/2022, ലാസ്റ്റ് ഡേറ്റ് 1/2/2023. കാറ്റഗറി 722/2022. ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ജസ്റ്റിസ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സാമൂഹ്യനീതി വകുപ്പോ വനിതാ ശിശു ക്ഷേമ വകുപ്പോ ആയിരിക്കാം. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് മാട്രൺ ഗ്രേഡ് ഫസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 60,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് തിരുവനന്തപുരം 2 വേക്കൻസി, കൊല്ലം 2 വേക്കൻസി, പത്തനംതിട്ട 1 വേക്കൻസി, കോട്ടയം 2 വേക്കൻസി, എറണാകുളം 1, തൃശ്ശൂർ 1, പാലക്കാട് 1, കോഴിക്കോട് 1, കണ്ണൂർ 1. അപ്പോൾ ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഓരോ വേക്കൻസി 2 വേക്കൻസി വീതമൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയമാണ് 2 വേക്കൻസി വീതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓരോ വേക്കൻസി വീതമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഏജും ക്വാളിഫിക്കേഷനും എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അവിടെ 2 നോട്ട് കൊടുത്തിട്ടുള്ളത്. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഭിന്നശേഷിക്കാർ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല. അടുത്ത് നോക്കേണ്ടത് ഏജ് ലിമിറ്റാണ്. 18 മുതൽ 36 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് 2/1/1986-നും 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കും. SC/ST കാൻഡിഡേറ്റ്സിന് നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സാക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതൊരു നോട്ട് കൊടുത്തിട്ടുള്ളത് യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കഴിയാൻ പാടുള്ളതല്ല. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഏജ് റിലാക്സേഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് 50 വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ആ നോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ SSLCയോ തത്തുല്യ പരീക്ഷയോ പാസ്സായിരിക്കണം. അതാണ് മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വനിതാ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാം. മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.